സുധിയെ വെയിലത്തുനിന്ന് വന്നിട്ട് ഭയങ്കര ചൂട് പൊള്ളണ പോലൊക്കെ തോന്നുന്നു. എന്തിനു റെമഡി ഉള്ളത്? ഇട്ടിട്ടാണോ പോയേ? ഞാൻ SPF ഒന്നും ഇടാറില്ല. ഞാൻ പറയാറില്ല SPF യൂസ് ചെയ്യണം. അല്ല, അതിനെ കുറിച്ച് ക്ലിയർ ആയിട്ട് അറിയില്ലല്ലോ. നമ്മളറിയാത്ത കാര്യം അതെന്ന് പറയാൻ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണത്. നമ്മളെപ്പോഴും SPF യൂസ് ചെയ്യണം. ഇപ്പൊ ഭയങ്കര സമ്മറാ, അപ്പൊ നമുക്ക് ഭയങ്കര ചൂടാ പുറത്തേക്ക് ഇറങ്ങുമ്പോ. അപ്പൊ UV റേസർ, ഇപ്പൊ ചൂടിന്റെ ഒപ്പം തന്നെ UV റേസർ വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ സ്കിന്നിലേക്ക് അത് ഭയങ്കരമായിട്ട് നമ്മുടെ സ്കിന്ന് ഡാമേജ് ആവാൻ കൂടുതൽ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും മസ്റ്റ് ആയിട്ട് SPF യൂസ് ചെയ്യണം എന്ന് പറയണേ. SPF യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വെറുതെ യൂസ് ചെയ്താൽ പോരാ, അതിന് മുൻപായിട്ട് നമ്മൾ മോയ്സ്ചറൈസിങ് അപ്ലൈ ചെയ്യണം. അത് മോയ്സ്ചറൈസിങ് അപ്ലൈ ചെയ്യാൻ പറയുന്നത് നമ്മുടെ സ്കിന്നൊന്ന് ബാലൻസ് ആവാനാ. അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് കൊണ്ട് SPF യൂസ് ചെയ്തു, ഇപ്പൊ ക്ലെൻസിങ് ചെയ്തിട്ട് നമ്മൾ ഡയറക്റ്റ് SPF ഫേസിലേക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്കിന്നിലേക്ക് കുറച്ച് അബ്സോർവ് ആയി പോകും. അപ്പൊ നമുക്ക് SPF ഇട്ടതിനുള്ള റിസൾട്ട് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മോയ്സ്ചറൈസിങ് യൂസ് ചെയ്യാൻ പറയുന്നത്. മോയ്സ്ചറൈസിങ് യൂസ് ചെയ്തിട്ട് SPF ഇടാണെങ്കിൽ നമുക്ക് ആ എഫക്ട് നമ്മൾ SPF ഇടുന്നതിനുള്ള എഫക്ട് നമ്മുടെ സ്കിന്നിലേക്ക് കിട്ടും. അപ്പൊ നമ്മൾ സ്കിന്നിലേക്ക് നോക്കുമ്പോൾ നമ്മൾ പല കാറ്റഗറി ഉണ്ട് സ്കിന്ന്. അതെന്താന്ന് ഫസ്റ്റ് നമ്മുടെ സ്കിന്ന് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമുക്ക് സ്കിൻ എന്ന് പറഞ്ഞാൽ 5 ടൈപ്പാണ്. അതുതന്നെ നോർമൽ സ്കിന്ന്, കോമ്പിനേഷൻ സ്കിന്ന്, സെൻസിറ്റീവ് സ്കിന്ന്, ഡ്രൈ സ്കിന്ന്, ഓയിലി സ്കിന്ന്. അപ്പൊ നമ്മൾ സ്കിന്ന് നോക്കിയിട്ട് യൂസ് ചെയ്യണം. അതുതന്നെ നമ്മൾ ഡ്രൈ സ്കിന്നിന് എപ്പോഴും ലിക്വിഡ് ടൈപ്പ് SPF യൂസ് ചെയ്യണമെങ്കിൽ നല്ലതാ, ക്രീം ടൈപ്പ് ആണെങ്കിലും. പിന്നെ നോർമൽ സ്കിന്ന് ഏതും നമ്മുടെ സ്കിന്നിന് ഇഷ്ടമനുസരിച്ച് നമുക്ക് ഏത് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഓയിലി സ്കിൻ ആണെങ്കിൽ ജെൽ ടൈപ്പ് SPF കിട്ടും, അത് യൂസ് ചെയ്യണമെങ്കിൽ നല്ലതാ. അതുപോലെ സെൻസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ഫിസിക്കൽ SPF എന്നൊക്കെ പറഞ്ഞിട്ട് മാർക്കറ്റിൽ കിട്ടും, അത് യൂസ് ചെയ്യണമെങ്കിൽ നല്ലതാണ്. പിന്നെ നമ്മുടെ ടീ സോണിലൊക്കെ ഓയില് വരും, അതിനാണ് കോമ്പിനേഷൻ സ്കിൻ എന്ന് പറയുന്നത്. ചിലർക്ക് ഡ്രൈ ആയിരിക്കും, അത് അങ്ങനത്തെയും കിട്ടും, നമുക്ക് മാർക്കറ്റിൽ കിട്ടാവുന്നുള്ളൂ. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മുടെ സ്കിന്ന് നോക്കിയിട്ട് യൂസ് ചെയ്യാം. അപ്പൊ ചില സ്കിൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഡ്രൈ സ്കിന്നാ വരുന്നത്. അപ്പൊ ഡ്രൈ സ്കിൻ ആവുമ്പോൾ നമുക്ക് ലിക്വിഡ് ടൈപ്പ് യൂസ് ചെയ്യണം നല്ലതാ. പ്രത്യേകിച്ച് ജെൻസ് യൂസ് ചെയ്യുമ്പോൾ പറയും എനിക്ക് അൺഈവൻ ആയിട്ട് നിൽക്കുന്ന പാച്ചസ് വരുന്നു സ്കിന്നിൽ. എനിക്ക് ചെയ്തിട്ട് ഇപ്പൊ ഞാൻ ഡ്രൈ സ്കിൻ ആണെങ്കിലും നമ്മൾ ഓയിലി ടൈപ്പ് ഉള്ള SPF യൂസ് ചെയ്തിട്ട് എനിക്ക് അവിടെ ഇവിടെയൊക്കെ പാച്ചസ് നിൽക്കുന്ന പറയും. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യണം. നമ്മുടെ കയ്യിലേക്ക് എടുക്കുക ഫസ്റ്റ്. ഇവിടെ എടുത്തിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഡ്രോപ്പ് ആയിട്ട് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് സ്മജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുട്ടി ലുക്ക് അങ്ങനത്തെ ഒന്നും വരില്ല, സ്കിൻ ഈവൺ ആയിട്ടിരിക്കും. അപ്പൊ നമ്മൾ എപ്പോഴും അങ്ങനെയുള്ളത് യൂസ് ചെയ്യാം, നമ്മൾ ശ്രദ്ധിച്ചാൽ മതി സ്കിന്ന്. പിന്നെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ ഒരു പുറത്തേക്ക് പോണേക്കാളും 15 മിനിറ്റ് മുന്നേ യൂസ് ചെയ്യണം. 15 മിനിറ്റ്. പിന്നെ പ്രത്യേകിച്ച് ഇപ്പൊ സമ്മറിൽ നമ്മൾ പ്രത്യേകിച്ച് 8 മണിക്ക് നമ്മൾ SPF യൂസ് ചെയ്യണം എന്ന് പറയാം സ്കിന്നിൽ. അത് വീട്ടിലിരിക്കുകയാണെങ്കിൽ കൂടി, വീട്ടിനുള്ളിലെന്ന് വെച്ചാൽ നമ്മളെ വിൻഡോന്റെ ഉള്ളിൽ കൂടെ വരുന്ന UV ലൈറ്റ് ഒക്കെ ഇല്ലേ, അത് നമുക്ക് സ്കിന്നിലേക്ക് ബാധിക്കും, UV റേസർ. അപ്പൊ നമുക്ക് സ്കിന്ന് ഡാമേജ് ആവാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ വീട്ടിലിരിക്കുന്നെങ്കിൽ SPF യൂസ് ചെയ്യാൻ പറയുന്നത്. പിന്നെ മസ്റ്റ് ആയിട്ട് നമ്മൾ നൈറ്റ് എടുക്കുമ്പോൾ സ്കിന്ന് വാഷ് ചെയ്തിട്ട്, അതായത് ക്ലെൻസിങ്, അതായത് വാഷ് ചെയ്തിട്ട് നമ്മൾ ഏതെങ്കിലും സെറംസോ അല്ലെങ്കിൽ മോയ്സ്ചറൈസറോ അപ്ലൈ ചെയ്തിട്ട് കിടക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പൊ എന്റെ അടുത്ത് പറഞ്ഞല്ലോ എന്റെ സ്കിന്ന് ഡ്രൈ സ്കിന്നാണ്. സാധാരണ ആൾക്കാർക്ക് അതെങ്ങനെ മനസ്സിലാക്കാം? അത് നമുക്ക് നോർമലായിട്ട് ഡ്രൈനെസ് വരുന്ന ഡ്രൈ സ്കിന്നും ടീ സോണിൽ വരാണെങ്കിൽ നമുക്ക് കോമ്പിനേഷൻ സ്കിന്ന്, ഓയിലി വരാണെങ്കിൽ ചില സ്ഥലത്ത് ഡ്രൈ അങ്ങനെ വരുന്ന കോമ്പിനേഷൻ. പിന്നെ നല്ല ക്ലിയർ ആയിട്ടിരിക്കുന്ന ഫേസ് ആണെങ്കിൽ നമുക്ക് എന്താ പറയാ നോർമൽ സ്കിൻ എന്ന് പറയാം. പിന്നെ പെട്ടെന്ന് റെഡിഷ് ഒക്കെ ആവുന്നത് സെൻസിറ്റീവ് സ്കിൻ ആയിരിക്കും. പിന്നെ പിമ്പിൾസ് ഒക്കെ കൂടുതലും വരുന്നത് ഓയിലി സ്കിൻ ആയിരിക്കും. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണേ നമ്മുടെ തൃപ്രയാറുള്ള സൈറയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറയും.